എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് ആദ്യവാരത്തോടെ, അതായത് ഏകദേശം മെയ് 2-ാം തീയതിയോടെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ CE മാർക്ക് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വിവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷയുടെ ആൻസർ വാല്യുവേഷൻ, അതായത് ആൻസർ പേപ്പർ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള ആ ഒരു ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പരിശോധിക്കുന്നത്, അതായത് ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പരിശോധിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു വാല്യുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ നിങ്ങൾക്ക്, അതായത് ലിബറൽ വാല്യുവേഷൻ ആയിരിക്കും സാധാരണയിൽ SSLC യുടെ പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോൽക്കുമെന്ന പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തോൽക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മാർക്ക് നൽകി നിങ്ങളെ ജയിപ്പിക്കാൻ സാധാരണഗതിയിൽ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് തോൽക്കുമെന്ന പേടി ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് മിനിമം വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുക. അതായത് ഒരു മിനിമം 5 മാർക്കെങ്കിലും മിനിമം കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ 5 മാർക്ക്, അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 40 മാർക്കിലാണ്. അതുപോലെ തന്നെ 40 മാർക്കിലാവുന്ന സമയത്ത് 10 മാർക്ക് CE ഉണ്ട്. അങ്ങനെ ടോട്ടൽ 50 മാർക്കിലാണ് വരിക. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ CE മാർക്ക് 10 മാർക്ക് ഫുള്ള് കിട്ടുമെങ്കിൽ, അതായത് 10 മാർക്ക് ഫുള്ള് കിട്ടുമെങ്കിൽ നിങ്ങൾ 5 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടുകയും D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു 10 മാർക്ക് CE കിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 10 മാർക്ക് CE കിട്ടില്ല, 9 മാർക്ക് CE കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 6 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാലേ ഈ ഒരു 15 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ CE മാർക്ക് ഉൾപ്പെടെ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 5 മുതൽ 9 വരെയുള്ള ആ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു D+ ഗ്രേഡ്. അത് നിങ്ങൾക്ക് എത്രത്തോളം CE മാർക്ക് കിട്ടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് 5 മുതൽ 9 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾ D+ ഗ്രേഡ് കിട്ടി ജയിക്കുക. അതായത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു D+ ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മിനിമം ഒരു 5 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് 80 മാർക്കിൻ്റെ പരീക്ഷ നോക്കാം. ഇപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൽ നിങ്ങൾക്ക് 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100 മാർക്കിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 20 മാർക്ക്, അതായത് ഫുൾ CE കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ 20 മാർക്ക് ഫുൾ CE കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു 10 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 30 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ D+ ഗ്രേഡ് കിട്ടി, അതായത് 50 മാർക്കിൻ്റെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഈ ഒരു ഗണിതശാസ്ത്രം എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു 30 മാർക്ക് CE മാർക്ക് ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും. അതായത് 10 മാർക്കെങ്കിലും മിനിമം കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ രീതിയിൽ 20 മാർക്ക് ഉണ്ടാവില്ല, CE 19 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 11 മാർക്കാണ് പരീക്ഷയിൽ വാങ്ങിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു 30 മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് 18 മാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 12 മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കണം. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് 17 മാർക്കാണ് CE ഉള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ ഈ ഒരു 13 മാർക്ക് ഈ ഒരു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിൽ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ട്, അതായത് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കുക. അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു മിനിമം ഒരു 10 മാർക്ക്, അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ ആണെങ്കിൽ അതിലൊരു മിനിമം ഒരു 5 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കുക. അതുപോലെ നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ അര മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയോ ഒക്കെ വ്യത്യാസത്തിൽ തോൽക്കാനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ച് നിങ്ങൾക്ക് മാർക്ക് നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തോൽക്കുമെന്ന പേടി ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷനാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ, വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ മൂല്യനിർണ്ണയമാണ്. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് അനുസരിച്ച് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നൽകുന്ന പ്രോസസ്സിനെയാണ് വാല്യുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിന് വേണ്ട പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തോൽക്കുമെന്ന പേടി ആവശ്യമില്ല. കാരണം ചില വിദ്യാർത്ഥികൾക്കെങ്കിലും 4 മാർക്കൊക്കെ പരീക്ഷയ്ക്ക് കിട്ടൂ എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വാല്യുവേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ 4 എന്നല്ല, കാരണം അതിൽ കൂടുതൽ മാർക്ക് കിട്ടും. കാരണം പല വിദ്യാർത്ഥികൾ 4 മാർക്കേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു വിദ്യാർത്ഥിയുടെ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു C ഗ്രേഡോ C+ ഗ്രേഡോ ആ ഒരു റേഞ്ചിലൊക്കെ മാർക്ക് കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് കുറയുമെന്നുള്ള പേടി ഇവിടെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ചില വിദ്യാർത്ഥികൾ 4 മാർക്കേ കിട്ടുള്ളൂ എന്നൊക്കെ
വളരെ വിഷമത്തോടെ പറയുമെങ്കിലും വാല്യുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും അവർക്ക് ഏകദേശം ഒരു B+, C ഗ്രേഡ് ഈ ഒരു റേഞ്ചിലൊക്കെ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു എത്ര മാർക്ക് കിട്ടുമെന്ന് ആലോചിച്ച് ഒട്ടും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഗ്രേഡ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ അതായത് ഈ ഒരു CE മാർക്കും അതുപോലെ തന്നെ ഈ ഒരു മറ്റ് മാർക്കുകളും എപ്പോഴാണ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നതാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തുന്ന നടപടികളെയാണ് ടാബുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു എഴുത്ത് പരീക്ഷയുടെ മാർക്ക്, അതായത് ഓൾറെഡി നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതായത് ആ ഒരു അപ്ലോഡ് ചെയ്ത ആ ഒരു മാർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ CE മാർക്ക്, നിങ്ങൾക്ക് എത്ര മാർക്ക് CE ഉണ്ടെന്നാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ഒരു മൂല്യനിർണ്ണയത്തിനായിട്ടുള്ള സോഫ്റ്റ്വെയർ വഴി മനസ്സിലാക്കാൻ അത് ടാബുലേഷൻ സമയത്ത് പറ്റും. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് CE മാർക്കൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ടോട്ടലായിട്ട് ഈ ഒരു പരീക്ഷയിൽ ആകെ 30% മാർക്ക് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് 1 മാർക്കോ 2 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമാണെങ്കിൽ ആ ഒരു മാർക്ക് കൂടി തന്ന് നിങ്ങളെ ജയിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് A+ ഇപ്പോൾ 1 മാർക്കൊക്കെയാണ് കുറവുണ്ടെങ്കിൽ ആ ഒരു 1 മാർക്കും നിങ്ങൾക്ക് ആ ഒരു ടാബുലേഷൻ സമയത്താണ് നൽകുക. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്താണ് ആഡ് ചെയ്ത് നൽകുക. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ടാബുലേഷൻ സമയത്താണ്. അപ്പോൾ ടാബുലേഷൻ സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഗ്രേസ് മാർക്കായിട്ട് ഉള്ളത് അതിനനുസരിച്ച് അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഗ്രേഡിൽ നിന്ന് മറ്റൊരു ഗ്രേഡിലേക്ക് ഏറ്റവും അതായത് ഈ ഒരു എത്ര മാർക്കിൻ്റെ അതായത് ഏറ്റവും കുറവ് മാർക്കിൻ്റെ വ്യത്യാസം ഏതിനാണോ അതിനാണ് ആദ്യം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. ആദ്യം ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡിൽ നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും കുറവ് മാർക്ക് ഏതിനാണോ വേണ്ടത് അതിനാണ് ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് ജയിക്കാനും അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ഗ്രേഡ് നിങ്ങൾക്കൊന്നുകിൽ A ഗ്രേഡ് ഉള്ളത് A+ ആക്കാനോ B+ ഉള്ളത് A+ ഒക്കെ ആക്കാനോ A ഗ്രേഡ് ഒക്കെ ആക്കാനോ ഈ ഒരു ഗ്രേസ് മാർക്ക് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് A+ ആവാനായിട്ട് സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം A+ ഉണ്ട്, അതുപോലെ തന്നെ A+ ആവാനായിട്ട് എത്ര മാർക്കിൻ്റെ കുറവാണുള്ളത്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു A+ എത്ര വിഷയത്തിന് A+ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഒരു വിഷയത്തിന് 90% മാർക്ക് ആവുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് 90% വരെ എന്ന് പറയുമ്പോൾ 90% മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ഒരു അതായത് A+ ഗ്രേഡ്. അപ്പോൾ അതുകൊണ്ടാണ് അതായത് ഈ ഒരു A+ ഗ്രേഡാണ് വരിക. അപ്പോൾ 90% എന്ന് പറയുമ്പോൾ A+ ഗ്രേഡാണ് വരിക. അതുകൊണ്ടാണ് ഈ ഒരു 90% വരെ മാത്രം ഈ ഒരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് A+ ഗ്രേഡായിട്ട് മാറുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിസൾട്ട് എപ്പോഴാണ് അറിയുക എന്നുള്ളത്. റിസൾട്ട് വരുന്നത് ഏകദേശം മെയ് 2-ാം തീയതിയോടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടണമെങ്കിൽ 35 മുതൽ 40 വരെ മാർക്ക് പരീക്ഷയിൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടിയാലാണ് A+ കിട്ടുക. അതുപോലെ തന്നെ 70 മുതൽ 80 വരെ മാർക്ക് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ മിനിമം ഒരു 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം 40 മാർക്കിൻ്റെ വിഷയത്തിൽ. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു 10 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതോടൊപ്പം തന്നെ ഫുൾ CE മാർക്കും കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധാരണത്തിൽ SSLC പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.